വ്യൂവേഴ്സ്, ഐഷംസാണ്. അപ്പൊ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെ A+ലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ പ്ലാനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് മിസ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് പഠിച്ചു എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, സോ മിസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 12ാമത്തെ ചാപ്റ്റർ വരെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഷുവർ ആയിട്ട് ഈ ഒരു ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ. സോ നിങ്ങളുടെ A+ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മൾ എഡ്യൂ പോർട്ടലിലൂടെ നമ്മൾ നേടിയിരിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷനിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്? വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. വിവിധ ശിലയുഗ കാലഘട്ടങ്ങളുടെ സവിശേഷതകൾ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്സ്. ഓക്കെ, മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഈ രണ്ട് ടോപ്പിക് നോക്കുക. പിന്നെ ചേഞ്ചസ് സെറ്റിൽ ലൈഫ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷനും എന്തുകൊണ്ട് ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ റിവർ വാലീസിൽ നടന്നത്. ഈ ടോപ്പിക്സ് ഒന്ന് മനസ്സിലാക്കി വെച്ച് വെക്കുക കേട്ടോ. ഇനി ഏർലി സ്റ്റേറ്റ്സിൽ നോക്കുവാണെങ്കിൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്, ഗ്രീക്ക് ഫിലോസഫേഴ്സ്, പേർഷ്യൻ എംപയർ, റോമൻ എംപയർ, ഇന്ത്യ, ജനപദാസ്, മഹാജനപദാസ്, മൗര്യ കിങ്ഡം, ജൈനിസം, ബുദ്ധിസം, ചാർവാക ഫിലോസഫി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് അടുത്ത ചാപ്റ്ററിൽ സ്റ്റേറ്റ്, ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. തിയറീസ് ഓഫ് സ്റ്റേറ്റ്സ്, ട്രൈബൽ സ്റ്റേറ്റ്സ് ടു നാഷൻ സ്റ്റേറ്റ്, ഫെഡറലിസം, റെനൈസൻസ്, ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. ഈ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പിൽ നിന്നിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഗ്ലോബ് അതിന്റെ ഷേപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വീഡിയോക്ക് ശേഷം കമന്റ് ചെയ്യാം കേട്ടോ. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കണം. കാർട്ടോഗ്രഫി, മാപ്പ് പ്രൊജക്ഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, ജെനിത്തലൊക്കെ ഉണ്ടല്ലോ, കോണിക്കൽ, സിലിണ്ട്രിക്കൽ, അത് പഠിച്ചു വെച്ചോ. ഇനി കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസിൽ സോഷ്യലൈസേഷൻ, മെറ്റീരിയൽ കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ അസിമിലേഷൻ എന്താണ്, എൻവയൺമെന്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. ഈ ടോപ്പിക്സ് നോക്കുക. അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രിയിലേക്ക് നോക്കുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലീഡിംഗ് ടു ഫോർമേഷൻ ഓഫ് സിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ റിവാർഡ്സ് ഉണ്ടല്ലോ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷന് കിട്ടുന്നത്, അതും പിന്നെ നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് നോക്കി വെക്കുക. ത്രൂ ദ കോണ്ടിനെന്റ്സിൽ നമ്മുടെ ഓരോ കോണ്ടിനെന്റ്സിനെ കുറിച്ച് പഠിക്കണം, അത് മാർക്ക് ചെയ്യണം. ഏഷ്യ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കോണ്ടിനെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് സവിശേഷതകളൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കുവാണെങ്കിലോ അവിടെ വാട്ട് ആർ ഗ്രേറ്റ് മോണ്യുമെന്റ്സ്, വാട്ട് ആർ ഗ്രേറ്റ് സ്റ്റോൺ മോണ്യുമെന്റ്സ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ആഴത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിലുപരി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്? വിച്ച് സ്ലോഗൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, പ്രിപ്പയർ ആൻഡ് നോട്ട് ഓൺ ദ ഫ്രഞ്ച് റെവല്യൂഷൻസ്. ഈ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് എന്തായാലും ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൂടാതെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു 2 ടോപ്പിക്സ് കൂടെ മിസ് പറഞ്ഞുതരാം. വാട്ട് വാസ് എ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഉണ്ടല്ലോ, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടും അതേപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കണം. കൂടാതെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കുക. ലോസ് ഇനാക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു ഗ്രാജുവലി ഇൻക്രീസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ഗവൺമെന്റ് ആൻഡ് എൻഷുർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ. ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സിലെ ആ കാര്യം കൂടെ നോക്കി വെച്ചാൽ ഈ ചാപ്റ്ററും സംഗതി സെറ്റ് ആണ്. ഇനി അടുത്ത ചാപ്റ്റർ ഓഷ്യൻസിലേക്ക് നോക്കുവാണെങ്കിൽ 5 ഓഷ്യൻസ് നമ്മൾ പഠിച്ചു. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ. പൈസ എന്ന കോഡിലൂടെ അപ്പൊ ഓഷ്യന്റെ ഫീച്ചേഴ്സ്, നമ്മുടെ സോഴ്സസ് ഓഫ് വാട്ടർ, സർഫസ് വാട്ടറും അതേപോലെ തന്നെ ഭൂഗർഭജലവും, പിന്നെ വാട്ടർ സൈക്കിളിന്റെ ആ ഒരു പ്രസിപ്പിറ്റേഷൻ, ഇവാപറേഷൻ പ്രോസസ് ഒക്കെ നോക്കി വെക്കുക. ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ടൈപ്സ് ഓഫ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഡെവലപ്മെന്റൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ പഠിക്കുക. ഡിപ്പോസിറ്റുകൾ, ഫിക്സഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആ അക്കൗണ്ടുകളും ഡിപ്പോസിറ്റുകളും നിർബന്ധമായിട്ടും പഠിക്കണം. ആൻഡ് ഓൾസോ സൈബർ സേഫ്റ്റി ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, സൈബർ കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് ദ ഫ്യൂച്ചറിൽ നോക്കുവാണെങ്കിൽ ജപ്പാന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഷിൻടോയിസം എന്താണ്, മേജി റീസ്റ്റോറേഷൻ, ലിറ്ററേച്ചർ, ഫുഡ്, ഹിരോഷിമയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ ഔട്ട് ഓഫ് ഓൾ ഞാൻ ഇനിയും പറയാൻ പോവാണ് നമ്മുടെ ലാസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഓക്കെ, അതായത് an introduction to constitution,
ത്രൂ ദ ഓഷ്യൻസ്, ലെറ്റ് സേവ് ഫോർ ദ ഫ്യൂച്ചർ, ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഓക്കെ, ജപ്പാന്റെ ഈ ഒരു ചാപ്റ്ററൂടെ നോക്കിയിട്ട്, അതായത് ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊരു ലോ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ 5 തൊട്ട് 7 വരെ ഉള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. 8, 9, 10, 11, 12 അവസാനത്തെ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കുറച്ചുകൂടെ എഫേർട്ട് എടുത്തിട്ട് പഠിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്നുള്ളത് മക്കള് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആ ഡീറ്റെയിൽസ് കൂടെ അറിയിക്കുക. മറക്കരുത്, നമ്മുടെ ലൈവ് സെഷനിൽ ഇതിന്റെ എല്ലാ സൊല്യൂഷൻസും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസത്തെയും ലൈവ് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തു എന്ന് ഉറപ്പിക്കാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് എഴുതുക, നമ്മുടെ ഈ ഒരു എക്സാം പൊളിച്ചെടുക്കും.